സോ ഈ ഒരു ബ്രാൻഡിന്റെ സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസിന് ലോഞ്ച് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റുമായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന റിയൽമിയുടെ GT7 Pro സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. സോ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുവാണെങ്കിൽ 6.78 ഇഞ്ചസിന്റെ LTPO AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ഉള്ളത്. 1 ബില്യൺ കളേഴ്സ്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, HDR10+, ഡോൾബി വിഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേക്കകത്ത് 6500 നിറ്റ്സിന്റെ മാക്സ് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്പ്ലേക്കകത്ത് തന്നെ അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസ്പ്ലേക്ക് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഈ സ്മാർട്ട് ഫോണിനകത്തിലെ ക്യാമറ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഫ്രണ്ടിലായിട്ട് 16 മെഗാ പിക്സലിന്റെ 25 മില്ലിമീറ്റേഴ്സിന്റെ സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 1080p ആകെ 30 FPS മാത്രമേ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇതിന്റെ മെയിൻ സെൻസർ ആയിട്ടുള്ള ട്രിപ്പിൾ ക്യാമറ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് 50 മെഗാ പിക്സലിന്റെ 24 മില്ലിമീറ്റർ സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെൻസിനകത്ത് OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് അഗൈൻ 50 മെഗാ പിക്സലിന്റെ 73 മില്ലിമീറ്റേഴ്സിന്റെ ടെലിഫോട്ടോ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെൻസിനകത്ത് OIS-ഉം 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലായിട്ട് 8 മെഗാ പിക്സലിന്റെ 16 മില്ലിമീറ്റർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അൾട്രാ വൈഡ് ലെൻസ് ആണ്. മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 8K 24 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 3 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ Android 15 വിത്ത് Realme UI 6 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ UFS 4 സ്റ്റോറേജും ബേസ് വേരിയന്റ് ആയിട്ട് 12GB 256ഉം മാക്സിമം 16GB 1TB വരെ സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇന്ത്യൻ വേരിയന്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിനകത്ത് 5800 mAh ബാറ്ററി ബാക്കപ്പ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 120 വാട്ട്സിന്റെ വയർഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറൌണ്ട് 13 മിനിറ്റ് കൊണ്ട് 50% ചാർജ് ആകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സോ ഫൈനലി നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിന്റെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ഡിസ്പ്ലേ അതുപോലെ ക്യാമറ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഈ ഒരു സ്മാർട്ട് ഫോൺ അറൌണ്ട് ഈ ഒരു മാസം അതായത് 2024 നവംബർ എൻഡോടുകൂടി അതല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റിലോടായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ മാസ് ഓറഞ്ച്, ഗാലക്സി ഗ്രേ, വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇതിന്റെ പ്രൈസ് കണ്ടാണ് ഞാൻ കണ്ണ് തള്ളിപ്പോയത്. ഈ ഒരു സ്മാർട്ട് ഫോൺ റിയൽമി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 74,000 രൂപയ്ക്കാണ്. 74,000 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വൃത്തിയാണോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ ഫൈനലി അതൊക്കെയാണ് നമ്മുടെ ഈ സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.